തജിക്കിസ്ഥാനിലൂടെയുള്ള സഞ്ചാരം തുടരവേ ഖുജന്ത് എന്ന പട്ടണത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഇന്നലെ വൈകുന്നേരം എത്തിയതാണ് ഖുജന്തിൽ. ഇവിടെ നിന്നും ഇനി ഐനി എന്ന പട്ടണത്തിലേക്കും പഞ്ചകേന്ദ്, അർത്തുഷ് എന്നിവിടങ്ങളിലേക്കുമെല്ലാമാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. അവിടേക്കെല്ലാമുള്ള യാത്ര തുടരുമ്പോൾ പാതയുടെ ഇടതുവശത്ത് ഓറഞ്ച് നിറമാർന്ന ഒരു നീളൻ കെട്ടിടം കാണാം. പ്രാധാന്യമാർന്നൊരു കെട്ടിടമാണിത്. സോവിയറ്റ് യൂണിയന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്ന KGBയുടെ ഖുജന്തിലെ ആസ്ഥാനം. സോവിയറ്റ് യൂണിയന്റെ അംഗരാഷ്ട്രങ്ങളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം KGBക്ക് വലിയ കാര്യാലയങ്ങളുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്നു KGB. പക്ഷേ അംഗരാഷ്ട്രങ്ങളിൽ സോവിയറ്റ് നേതൃത്വത്തിനെതിരെ ആരും ശബ്ദിക്കാതിരിക്കാൻ നിഷ്ഠൂരമായ മാർഗങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു എന്നത് ചരിത്രം. ഖുജന്ത് നഗരം പിന്നിലായി കഴിഞ്ഞു. സൈർദരിയ നദിയുടെ തീരത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത്. നദീതീരത്ത് വിശാലമായ നെൽപ്പാടങ്ങൾ. കൃത്യമായ ജലസേചന സൗകര്യമുള്ളതിനാൽ നല്ല വിളവ് ലഭിക്കുന്ന പാടങ്ങളാണിത്. നമ്മുടെ നാട്ടിലേതിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചെറിയ കണ്ടങ്ങളാണ് വയലിലുള്ളത്. ചെളികൊണ്ട് തന്നെ വരമ്പ് വെച്ച് കണ്ടങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. ഈ പാടത്തിന്റെ അങ്ങേ അതിരിലൂടെയാണ് നദി ഒഴുകുന്നത്. അങ്ങകലെ മലയുടെ ചെരുവിൽ ഖുജന്ത് നഗരത്തിന്റെ ഒരു ഭാഗം കാണാം. സർത്തൂഖാജ് എന്ന് ആ പട്ടണഭാഗം അറിയപ്പെടുന്നു. തജിക്കിസ്ഥാന്റെ ഈ മേഖലയിലെ പ്രധാന കൃഷി ഗോതമ്പും നെല്ലും പരുത്തിയുമാണ്. വയലിന് നടുവിലൂടെ ചെറിയ കൈത്തോടുകൾ. സൈർദരിയയിൽ നിന്നും ജലം തിരിച്ചുവിടുന്ന തോടുകളാണത്. സോവിയറ്റ് നാളുകളിൽ കൂട്ടുകൃഷി നടന്നിരുന്ന പ്രദേശങ്ങളാണിതെല്ലാം. ഇന്നാകട്ടെ വിശാലമായ പാടങ്ങൾ സ്വകാര്യ മുതലാളിമാരുടെ കൈവശമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വലിയൊരു കാർഷിക പ്രദേശമായിരുന്നു ഇവിടം. റഷ്യൻ സാമ്രാജ്യകാലത്ത് ഈ ഭൂവിഭാഗം ഉൾപ്പെടുന്ന സുഗുന്ത് പ്രവിശ്യയിൽ നിന്നും ധാന്യങ്ങളും ഉരുളക്കിഴങ്ങും വലിയ തോതിൽ റഷ്യയിലേക്ക് കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളുണ്ട്. നെൽപ്പാടങ്ങൾ പിന്നിടുന്നതോടെ വരണ്ട കുന്നുകളുടെ ഒരു പ്രദേശത്തേക്ക് എത്തുന്നു. ലക്കാത്ത് എന്ന സ്ഥലമാണിത്. ഒരു കാർഷിക ഗ്രാമമാണ് ലക്കാത്ത്. മലനിരകൾ പിന്നിലാവുമ്പോൾ ഗോതമ്പ് പാടങ്ങളാണ് കാഴ്ചയിൽ. തജിക്കിസ്ഥാന്റെ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും കഴുതകളാണ് ഭാരം ചുമക്കുന്നത്. ഒരു പയ്യൻ കഴുതപ്പുറത്തേറി കടന്നു പോകുന്നു. പാടത്ത് കുറച്ചു തൊഴിലാളികളുണ്ട്. വൈക്കോൽ വലിച്ചുകൂട്ടാനുള്ള വാരുകോലുമായി ഒരു സ്ത്രീ. ഒരു ട്രാക്ടർ. അതിനു പിന്നിൽ വൈക്കോൽ ബണ്ടിൽ ചെയ്യുന്ന യന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ട്. കൊയ്ത്തും മെതിയും പാറ്റിലും വൈക്കോൽ കെട്ടുകളാക്കലുമെല്ലാം ഒരേ സമയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കൊയ്ത്ത് മെതിയന്ത്രം. ജനസംഖ്യയിൽ 98% മുസ്ലിങ്ങളുള്ള ഈ രാജ്യത്ത് പെരുന്നാൾ ദിനത്തിൽ ആളുകളെയൊന്നും തൊഴിലിടങ്ങളിൽ കാണില്ലെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ അതു തെറ്റി. പാതകൾ സജീവമാണ്. കടകൾ തുറന്നിട്ടുണ്ട്. കൃഷിയിടങ്ങളിലും ധാരാളം ആളുകൾ തൊഴിലിലേർപ്പെട്ടു നിൽക്കുന്നു. ഞങ്ങൾ ആ പാടത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഇവിടെ ഇവർ വൈക്കോൽ ഉരുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു നിൽക്കുകയാണ്. കൊയ്ത്തും മെതിയും ഒരു യന്ത്രത്തിലാണ് നടക്കുക. ആ യന്ത്രം പുറംതള്ളുന്ന വൈക്കോൽ ഇവിടെ ഒരു ട്രാക്ടറിന് പിന്നിൽ ഘടിപ്പിച്ച ഒരു ബണ്ടിലിംഗ് യന്ത്രത്തിലേക്ക് തള്ളിവിടുകയാണ്. ഓട്ടോമാറ്റിക് ബണ്ടിലിംഗ് യന്ത്രമാണ്. വൈക്കോൽ അതിലേക്ക് തള്ളിക്കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ തള്ളുന്ന വൈക്കോൽ യന്ത്രം ഇടിച്ചമർത്തി നിശ്ചിത വലിപ്പത്തിലുള്ള ഒരു കട്ട പോലെ ബണ്ടിലുകളാക്കി പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. സോവിയറ്റ് കാലഘട്ടത്തിൽ സോവിയറ്റ് സാങ്കേതിക വിദഗ്ധർ രൂപപ്പെടുത്തിയതാണ് ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഇത്തരം യന്ത്രങ്ങളെല്ലാം. തുരുമ്പെടുത്ത് പഴഞ്ഞൻ രൂപത്തിലാണെങ്കിലും ഇപ്പോഴും ഇതെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് മുൻപുള്ള 3 ദശകങ്ങളിൽ ഇവിടുത്തെ കാർഷിക രംഗമാകെ തന്നെ യന്ത്രവൽക്കരിച്ചിരുന്നു. ഈ ബണ്ടിലിംഗ് യന്ത്രത്തിന്റെ ജോലി ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് രസമാണ്. കൃത്യവലിപ്പത്തിലുള്ള വൈക്കോൽ ബണ്ടിലുകൾ യന്ത്രത്തിന്റെ പിൻഭാഗത്തുകൂടി പുറത്തേക്ക് വരുന്നു. ഞാറുനടിയിലിനും കൊയ്ത്തിനും മെതിക്കുമെല്ലാമുള്ള യന്ത്രങ്ങൾ നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞു. വൈക്കോൽ ഈ വിധം ഒതുക്കിക്കിട്ടുന്ന യന്ത്രം നമുക്കധികം പരിചിതമല്ല. നമ്മുടെ കൃഷിയിടങ്ങളിലും പരീക്ഷിക്കാവുന്ന ഒരു സംഗതിയാണിത്.
സോവിയറ്റ് കാലത്താണ് തജിക്കിസ്ഥാനിലെ കൃഷിയോഗ്യമായ എല്ലാ ഭൂമിയിലും വിളവിറക്കി തുടങ്ങിയത്. എന്നാൽ അതുകൊണ്ടുള്ള നേട്ടം ഈ നാടിന് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെയും ഗോതമ്പിന്റെയും വലിയൊരു ശതമാനവും കൃഷിയിടങ്ങളിൽ നിന്നു തന്നെ റഷ്യയിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു പതിവ്. എന്നാൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനും തുടർന്നുണ്ടായ ആഭ്യന്തര യുദ്ധത്തിനും ശേഷം തജിക് കാർഷിക മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സോവിയറ്റ് നാളുകളിൽ ഉണ്ടായിരുന്നതിന്റെ 1 മടങ്ങ് ധാന്യോൽപാദനം ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. വലിയ കന്നുകാലി സമ്പത്തുള്ള രാജ്യമാണ് തജിക്കിസ്ഥാൻ. ഈ വൈക്കോൽ അവയ്ക്കുള്ള ഭക്ഷണമാണ്. സോവിയറ്റ് കാലത്ത് ബെലാറസിൽ നിർമ്മിച്ചതാണ് ഇപ്പോഴും ഇവിടെ കൃഷിയിടങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന കാർഷിക യന്ത്രങ്ങളും ട്രാക്ടറുകളും. കുറച്ചുനേരം ജോലി ചെയ്ത തൊഴിലാളികൾ യന്ത്രങ്ങൾ ഓഫ് ചെയ്ത് ചെറിയൊരു വിശ്രമത്തിലേക്ക് മാറി. അവർക്ക് ഞങ്ങളെ കണ്ടതിന്റെ കൗതുകവുമുണ്ട്. എന്റെ ഗൈഡ് ഷഹബാസ് ഞങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി. ഹിന്ദുസ്ഥാനിയാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തൽ. ചിലർ എന്റെ അടുത്ത് വന്ന് കൗതുകത്തോടെ ക്യാമറയിലേക്ക് നോക്കുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്തെ പാടത്ത് ഒരു യന്ത്രം ഒരേ സമയം കൊയ്ത്തും മെതിയും നടത്തുന്നുണ്ട്. തജിക്കിസ്ഥാനിലെ ഇത്തരം കൃഷിയിടങ്ങളിലെല്ലാം കൊയ്ത്തിനും മെതിക്കും യന്ത്രങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. സോവിയറ്റ് കാലത്തു തന്നെ ഇവിടുത്തെ പ്രധാന കൃഷികൾ യന്ത്രവൽകൃതമായിരുന്നു. തൊഴിലാളികളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ലക്കാത്ത് ഗ്രാമത്തിൽ നിന്നും യാത്ര തുടർന്നു. ഡ്രൈവർ ഇസ്ഫാന് എന്റെ ഷൂട്ടിംഗ് രീതികളെല്ലാം അത്ഭുതമാണ്. കൊയ്ത്തും മെതിയും ഈ വഴിയോര കാഴ്ചകളുമെല്ലാം ഷൂട്ട് ചെയ്യാൻ എന്തിരിക്കുന്നു എന്നൊരു ഭാവമാണ് അയാൾക്ക്. ഇതാണ് ലക്കാത്ത് ഗ്രാമത്തിലെ ജനവാസ കേന്ദ്രം. ഇതിലെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം എത്ര താഴ്ന്നതാണെന്ന് വ്യക്തമാകുന്നു. സമ്പന്നമായ ഒരു വീട് പോലും ഈ ഗ്രാമങ്ങളിലൊന്നും കാണുന്നില്ല. മൺകട്ട കൊണ്ട് പടുത്തതും കുഴമണ്ണ് തേച്ചതുമായ വീടുകൾ. മേൽക്കൂര തകരം മേഞ്ഞതാണെന്നത് മാത്രമാണ് പല വീടുകളുടെയും ലക്ഷറി എന്ന് പറയാം. ഓരോ വീടും ഒരു മതിൽക്കെട്ടിനകത്താണ്. ആ മതിൽ വീടിന്റെ ഭാഗം തന്നെയാണ്. ചില കെട്ടിടത്തൂണുകൾ ഇന്ന് കോൺക്രീറ്റ് കൊണ്ടുള്ളതാണെങ്കിലും ചുറ്റുമുള്ള മതില് പോലും മണ്ണുകൊണ്ടുള്ളതാണ്. മേൽക്കൂര തകരം മേഞ്ഞിരിക്കുന്നു. സിമന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്ത ചുമരുകളുള്ള വീടുകൾ സമ്പന്നരുടേതാണെന്ന് വ്യക്തം. ഇടയ്ക്കിടെ ചില അങ്ങാടികൾ കാഴ്ചയിലേക്കെത്തുന്നു. അവിടെ 3ഉം 4ഉം നിലകളുള്ള ചില കെട്ടിടങ്ങൾ കാണാം. പെട്രോൾ പമ്പുകൾ ഹൈവേയുടെ ഓരങ്ങളിൽ ധാരാളമുണ്ട്. വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങൾ. ഇസ്തരാവ്ഷാൻ പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. പട്ടണത്തിലെ ഫാക്ടറികളിലുള്ള തൊഴിലാളികളും മറ്റും വസിക്കുന്ന സെറ്റിൽമെന്റുകളാണ് ഇക്കാണുന്നത്. ഖുജന്ദിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇസ്തരാവ്ഷാന്റെ പ്രധാന നഗരഭാഗം കണ്ടിരുന്നു. ഈ ഹൈവേ ആകട്ടെ ഒരു ബൈപ്പാസ് പോലെ നഗരത്തിനു പുറത്തുകൂടിയാണ് കടന്നുപോകുന്നത്. വലതുവശത്ത് ഇക്കാണുന്ന കുന്നിന്റെ അങ്ങേ ചെരുവിലാണ് ഇസ്തരാവ്ഷാൻ പട്ടണം. ഒരു ചെറുമരം പോലും എങ്ങും കാണുന്നില്ല. കുന്നിൻ ചെരുവിലൂടെ ആടുമേച്ചു നീങ്ങുന്ന ഗ്രാമീണർ. നഗരപ്രാന്തത്തിലും പുതിയ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇസ്തരാവ്ഷാൻ പട്ടണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇക്കാണുന്നത്. ഇന്നാട്ടിൽ സാധാരണ മനുഷ്യർ വസിക്കുന്ന വീടുകൾ ഇങ്ങനെയാണ്. പാരമ്പര്യ തനിമയുള്ള കെട്ടിട നിർമ്മാണ ശൈലിയൊന്നും ഇവിടെ കാണുന്നില്ല. മൺകട്ട കൊണ്ട് നിർമ്മിച്ച് അലൂമിനിയമോ തകരമോ കൊണ്ടുള്ള ഷീറ്റ് മേഞ്ഞ വീടുകൾ. പല വീടുകൾക്കും മുറ്റത്തെ അതിരിടുന്ന ഒരു മതിൽക്കെട്ടുണ്ടാവും. ഗ്രാമത്തിലാവട്ടെ പട്ടണത്തിലാവട്ടെ ഇവിടുത്തെ ഒരു രീതിയാണത്. കൃഷിയാണ് മിക്കവരുടെയും തൊഴിൽ. ഇസ്തരാവ്ഷാൻ പട്ടണത്തിന്റെ പ്രാന്തത്തിൽ ഇവിടെ ഒരു റിസർവോയറുണ്ട്. കരാസക്കാൽ എന്നറിയപ്പെടുന്ന ചെറിയൊരു ജലാശയം. ഇപ്പോൾ പുൽക്കുന്നുകളുടെ ഞൊറിവുകളാകുന്നു കാഴ്ച. സ്റ്റെപ്പികൾ എന്നാണ് ഇത്തരം പുൽമേടുകൾ അറിയപ്പെടുന്നത്. നോക്കത്താ ദൂരം വ്യാപിച്ചു നിൽക്കുന്ന മൊട്ടക്കുന്നുകൾ. ഗ്രാമീണരുടെ പശുക്കളും ആടുകളും മേയുന്നത് ഈ പുൽക്കുന്നുകളിലാണ്. മധ്യേഷ്യയിലും സൈബീരിയൻ പ്രദേശങ്ങളിലുമെല്ലാം ഇത്തരം ധാരാളം പുൽമേടുകളുണ്ട്. വൃക്ഷങ്ങൾ തീരെയില്ലാത്ത ഏതാണ്ടൊരു അർദ്ധമരുഭൂ സമാനമായ പ്രദേശങ്ങൾ. വേനലിലാണ് ഇത് മേച്ചിൽപ്പുറങ്ങളാവുന്നത്.
മഞ്ഞുകാലത്ത് ഇവിടമെല്ലാം ഹിമം മൂടിക്കിടക്കുമെന്നാണ് പിറകിലിരിക്കുന്ന ഷഹബാസ് പറയുന്നത്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുറച്ചുകൂടി യാത്ര ചെയ്തപ്പോൾ ഷക്രിസ്ഥാൻ എന്നൊരു പ്രദേശത്തേക്കെത്തി. ഷക്രിസ്ഥാന്റെ പട്ടണഭാഗമാണ് ഇടതുവശത്ത് കാണുന്നത്. മരുഭൂസമാനമായ പ്രദേശങ്ങളാണ് ഇസ്രാവ്ഷാന്റെ പ്രാന്തഭാഗങ്ങൾ. ഒരു ചെറിയ അരുവി ഫലഭൂയിഷ്ടമാക്കുന്ന കൃഷിയിടങ്ങൾ താഴ്വാരത്ത്. അരുവിയുടെ തീരം ചേർന്ന് മരങ്ങൾ നിരയൊത്തു വളർന്നു നിൽക്കുന്നു. അതിനപ്പുറം നിരന്ന വയലുകൾ. ബുറാഗൻ എന്ന പ്രദേശമാണിത്. ബുറാഗനിലും വിശാലമായ ഗോതമ്പ് പാടങ്ങളുണ്ട്. പാടങ്ങളുടെ ഓരത്ത് നിരന്നു നിൽക്കുന്ന പോപ്ലാർ മരങ്ങൾ. മലനിരയും വയലും അതിനിടയിൽ നിരനിരയായി നിൽക്കുന്ന പോപ്ലാറുമെല്ലാം രസകരമായ കാഴ്ച. പാതയോരത്ത് കാർഷിക ഭവനങ്ങൾ. തനി ഗ്രാമീണമായ വീടുകളുള്ള പ്രദേശമാണിത്. അവിടെ ഒരിടത്ത് ഞങ്ങൾ വാഹനം നിർത്തി ഇറങ്ങി. പിന്നിൽ ഭൂമിയുടെ വിള്ളലിന്റെ ഒരു കാഴ്ചയുണ്ട്. വലിയൊരു വിള്ളലാണത്. കുറച്ചാളുകൾ ഇവിടെയുണ്ട്. യാത്രക്കിടയിൽ വാഹനം നിർത്തി ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയവരാണ്. അമേരിക്കയിൽ കണ്ട ഗ്രാൻഡ് കന്യന്റെ ചെറിയൊരു പതിപ്പ് ഇവിടെയുണ്ട്. അത്രയൊന്നും ആഴമോ വീതിയോ ഇല്ലെങ്കിലും കൗതുകമുളവാക്കുന്ന ഒരു കാഴ്ചയാണിത്. ഒരു ചെറിയ അരുവി, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ വിള്ളൽ. വളരെ ദുർബലമായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ അരുവിയുടെ ഒഴുക്കിനനുസരിച്ച് വിള്ളലിന്റെ ആഴവും വീതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ ഇനിയും ഈ നില തുടർന്നാൽ ഗ്രാൻഡ് കന്യൻ പോലുള്ള ഒരു പ്രകൃതി അത്ഭുതമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുകയെന്ന് എനിക്ക് തോന്നി. ഗ്രാമത്തെ രണ്ടായി പകുത്തിരിക്കുകയാണ് ഭൂമിയിലെ ഈ വിള്ളൽ. അരുവിക്കരയിൽ ചില തിട്ടകളും വിള്ളലുകളുമെല്ലാം രൂപപ്പെട്ടിരിക്കുന്നു. അക്കരെ മലഞ്ചെരുവിൽ ചെറിയ പച്ചത്തുരുത്തുകൾ കാണാം. ജനവാസ കേന്ദ്രങ്ങളാണത്. കൃഷിയും കന്നുകാലി വളർത്തലും തേനീച്ച വളർത്തലുമെല്ലാമാണ് അത്തരം ഗ്രാമങ്ങളിലെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ. പുറമേ നിന്ന് കാണുമ്പോൾ മനോഹരമായ ഗ്രാമങ്ങളാണെങ്കിലും അവിടെയൊന്നും ജീവിതം അത്ര വർണ്ണാഭമല്ല. മലഞ്ചെരുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീടും അതിനു മുന്നിലെ വേലിക്കെട്ടിനുള്ളിൽ കന്നുകാലികളെയുമെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ കാണാം. തജിക്കിസ്ഥാന്റെ ഉൾനാടൻ കാഴ്ചകൾ തന്നെയാണ് ഇതെല്ലാം. കുറെ ബൈക്കേഴ്സും വണ്ടി നിർത്തി ഇറങ്ങിയിരിക്കുന്നു. റഷ്യയിൽ നിന്നുള്ള ബൈക്കേഴ്സാണിവർ. ധാരാളം റഷ്യക്കാർ ഇത്തരം സാഹസിക വിനോദയാത്രകൾക്കായി തജിക്കിസ്ഥാനിലെത്തുന്നുണ്ട്. മോട്ടോർ ബൈക്കിംഗ് തജിക്കിസ്ഥാനിലെ വലിയൊരു വിനോദം തന്നെയാണ്. ധാരാളം മൗണ്ടൻ റൂട്ടുകൾ ഉള്ളതാവാം അതിനൊരു കാരണം. റഷ്യയിൽ നിന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ബൈക്കേഴ്സ് ഇവിടെ എത്തുന്നു. പർവ്വതപാതകളിലെ യാത്രയ്ക്ക് അനുയോജ്യമായ ബൈക്കുകൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങൾ തജിക്കിസ്ഥാനിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം ഉണ്ട്. ഈ രാജ്യത്തെ ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണത്. വലിയ ചരിത്ര കേന്ദ്രങ്ങളോ സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികളോ ഇല്ലാത്ത നാടാണ് തജിക്കിസ്ഥാൻ. പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങൾ മാത്രമാണ് ഈ നാടിന് സഞ്ചാരികൾക്ക് മുന്നിൽ വയ്ക്കാനുള്ളത്. പർവ്വതപാതകളിലൂടെയുള്ള ബൈക്കിംഗ്, മലകയറ്റം, മലകളിലെ ക്യാമ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്കായാണ് ഇവിടേക്ക് സഞ്ചാരികൾ എത്തുന്നത്. സർവ്വസജ്ജമായാണ് ബൈക്കേഴ്സിന്റെ വരവ്. കാഴ്ചകൾ കാണുന്നതിലുപരി റൈഡിങ്ങിലാണ് ഇവർക്കെല്ലാം താൽപ്പര്യം. ഇത്തരം സ്ഥലങ്ങളിൽ ബൈക്ക് നിർത്തിയിറങ്ങുന്നു. 1-2 ഫോട്ടോകൾ എടുക്കുന്നു. പിന്നെ യാത്ര തുടരുന്നു. ഇവരുടെ വേഷവും രീതികളുമെല്ലാം എനിക്ക് കൗതുകകരമായി തോന്നി. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയേ ഇവർ യാത്ര ചെയ്യുന്നുള്ളൂ. തജിക്കിസ്ഥാൻ എന്ന രാജ്യത്തുകൂടി മാത്രം യാത്ര ചെയ്യുന്നതിന് ഇറങ്ങിത്തിരിച്ചവരായിരിക്കില്ല ഇവരൊന്നും. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ തുടങ്ങി മധ്യേഷ്യയിലെ പല രാജ്യങ്ങളിലൂടെ മാസങ്ങൾ നീളുന്ന യാത്രകൾക്ക് പുറപ്പെട്ടവരാണ്. ഇത്തരം നിരവധി സംഘങ്ങൾ ഓരോ ദിവസവും തജിക്കിസ്ഥാനിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിദീർഘയാത്രകൾ ജീവിതവ്രതമാക്കിയവരാണ് ഈ ബൈക്കേഴ്സ്.
പ്രകൃതിയുടെ പരുക്കൻ ഭാവങ്ങളിലൂടെ അവരങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. സർവസജ്ജമായൊരു യാത്ര തന്നെയാണത്. അവരുടെ ബൈക്കിന്റെ രൂപവും അതിലെ ഭാണ്ഡക്കെട്ടുകളും ഒരു കൗതുക കാഴ്ച തന്നെ. 4-5 പേർ ഉൾപ്പെടുന്ന ഒരു സംഘം. താമസിക്കാനുള്ള ടെന്റും ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങളും മറ്റു സംവിധാനങ്ങളുമെല്ലാമുണ്ട് ബൈക്കിൽ. 4 സ്ട്രോക്ക് എഞ്ചിനും 6 ഗിയറുകളുമുള്ള ഈ ബൈക്കുകൾ തജിക്കിസ്ഥാനിൽ പലയിടത്തും വാടകയ്ക്ക് ലഭിക്കും. ടൂൾ കിറ്റും എയർ പമ്പും മുതൽ മൊബൈലും ലാപ്ടോപ്പും ചാർജ് ചെയ്യാനുള്ള സോക്കറ്റുകളും GPS സംവിധാനവും വരെ ഇതിലോരോന്നിലുമുണ്ട്. അനുയോജ്യമായ കുന്നിൻ മുകളിലോ പർവ്വത പാർശ്വത്തിലോ ടെന്റടിച്ച് രാപ്പാർക്കുന്നതാണ് ഇവരുടെ രീതി. ഭൂമിയുടെ വിള്ളലിനരികിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഏതോ പുരാനഗരത്തിലെ ശില്പവേല ചെയ്ത മന്ദിരങ്ങൾ പോലെ മൺതിട്ടകൾ ഉയർന്നു നിൽക്കുന്നു. മലയ്ക്കപ്പുറമുള്ള തിട്ട മലഞ്ചെരിവ് വരെ ഒരു സമതലം പോലെ അങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ മനോഹരമാണെങ്കിലും ദരിദ്രമായ ഗ്രാമങ്ങളാണ് ഇവിടെയെല്ലാം ഉള്ളത്. ഗ്രാമീണർക്ക് വലിയ വരുമാന മാർഗങ്ങളില്ല. സ്വന്തമായുള്ള കൃഷിഭൂമിയും തുച്ഛമാണ്. വിശാലമായ പാടങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതെല്ലാം വൻകിടക്കാരുടെ കൈകളിലാണ്. കാർഷിക രംഗം യന്ത്രവൽകൃതമായതിനാൽ ഗ്രാമീണരുടെ തൊഴിൽ സാധ്യതയും കുറയുന്നു. ആകെ ജനസംഖ്യയുടെ 32% ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന നാടാണ് തജിക്കിസ്ഥാൻ. ഗ്രാമീണ മേഖലയിലാണ് ദരിദ്രർ കൂടുതലുമുള്ളത്. ഇടയ്ക്കിടെ ബൈക്കേഴ്സിനെ കടന്നു പോകുന്നുണ്ട്. ഇത്തരം യാത്രികരെല്ലാം കൂടുതലായും പ്രകൃതിയെ അറിയാൻ വരുന്നവരാണെന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ടൂറിസത്തിന്റെ പ്രയോജനം ഗ്രാമങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇക്കാണുന്നതെല്ലാം സമീപകാലത്ത് ടൂറിസ്റ്റുകൾക്കായി ഉയരുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമാണ്. അപൂർവം ചില ഗ്രാമങ്ങളിൽ ഹോം സ്റ്റേകളും റെസ്റ്റോറന്റുകളും ടൂറിസത്തിൽ നിന്നും ചെറിയ വരുമാനമുണ്ടാക്കുന്നുണ്ട്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ടൂറിസം കൊണ്ട് രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണകൂടം. ഖുജന്ത്, അർത്തുഷ്, പഞ്ചകേന്ദ്, ഐനി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ടൂറിസം വികസനത്തിനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുമുണ്ട്. താഴെ ഇക്കാണുന്നതെല്ലാം വഴിയോര റെസ്റ്റോറന്റുകളാണ്. മറ്റൊരു മലഞ്ചെരിവിലേക്ക് എത്തിയിരിക്കുന്നു. അതിമനോഹരമായ ഭൂഭാഗങ്ങളാണ് കാഴ്ചയിൽ. മധ്യേഷ്യയുടെ ഈ ഭാഗങ്ങളിലെല്ലാം പ്രകൃതി അതിഗംഭീരമാണ്. മലകൾക്കിടയിലെ നിരന്ന ഭാഗങ്ങളിൽ പരുത്തിക്കൃഷി നടക്കുന്നു. ബൈക്കേഴ്സ് എവിടെയുമുണ്ട്. ട്രക്കിങ്ങും ബൈക്കിങ്ങും മൗണ്ടനിയറിംഗുമാണ് തജിക്കിസ്ഥാനിലെ ഈ പ്രദേശങ്ങളിലെ പ്രധാന ടൂറിസം ആക്ടിവിറ്റികൾ. സ്വച്ഛവും സുന്ദരവുമാണ് ഇവിടുത്തെ മലനിരകൾ. വേനൽക്കാലത്ത് പർവ്വതാരോഹണത്തിനും ട്രക്കിങ്ങിനുമായി യൂറോപ്പിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടങ്ങളിലേക്ക് എത്തുന്നു. സ്വാതന്ത്ര്യത്തിനും ആഭ്യന്തര യുദ്ധത്തിനും ശേഷമാണ് വിദേശ ടൂറിസ്റ്റുകൾ തജിക്കിസ്ഥാനിലേക്ക് എത്തിത്തുടങ്ങിയത്. വലതുഭാഗത്ത് ഒരു മലനിര കാണാം. അതിന്റെ മറുഭാഗത്ത് ഉസ്ബെക്കിസ്ഥാനാണ്. ഇവിടെ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമേയുള്ളൂ ഉസ്ബെക്ക് അതിർത്തിയിലേക്ക്. 1929 വരെയും ഈ പ്രദേശങ്ങൾ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗമായിരുന്നു. സോവിയറ്റ് നേതൃത്വം ഇടപെട്ട് അതിർത്തി പുനർനിർണയിച്ചാണ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് തള്ളി നിൽക്കുന്ന ഈ പ്രദേശം തജിക്കിസ്ഥാന്റെ ഭാഗമാക്കിയത്. വഴിയരികിൽ ടൂറിസ്റ്റുകൾക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ. പാതയോരത്ത് തേനീച്ചപ്പെട്ടികൾ നിരന്നിരിക്കുന്നു. മലമുകളിൽ റെസ്റ്റോറന്റുകളുടെ ഭാഗമായ ഈറ്റിംഗ് ഔട്ട് ഏരിയകൾ. പ്രകൃതിയുടെ സമതലഭാവം പിന്നിലായിരിക്കുന്നു. ഇനി മലമ്പ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഗിസാർ പർവ്വതനിര. അതിനെ ഒന്ന് ക്രോസ് ചെയ്ത് ഐനി പ്രദേശത്ത് ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത ലക്ഷ്യസ്ഥാനങ്ങളായ പഞ്ചകേന്ദിലേക്കും അർത്തൂഷിലേക്കും പോകാൻ. കുന്നുകൾക്കിടയിലൂടെ ചെറിയ അരുവികൾ ഒഴുകുന്നു. മരങ്ങൾ അധികമില്ലാത്ത മലനിരകൾ. അന്തരീക്ഷത്തിൽ നല്ല തണുപ്പ്. സുഖകരമാണ് ഈ യാത്ര. വിശപ്പ് തുടങ്ങിയെന്ന് ഇസ്ഫാൻ ഇടയ്ക്ക് തജിക് ഭാഷയിൽ ഷഹബാസിനോട് പറയുന്നുണ്ട്. വിശപ്പിനെക്കുറിച്ച് ഞങ്ങളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നത് ഇസ്ഫാനാണ്. ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിരിക്കുന്നു. അടുത്തതായി കാണുന്ന റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന തീരുമാനത്തിൽ ഞങ്ങളെത്തി. ഏതെങ്കിലും വഴിയോര റെസ്റ്റോറന്റ് ആവാം. അവിടെ തനി തജിക് വിഭവങ്ങൾ ലഭിക്കണമെന്ന നിബന്ധന മാത്രമേ ഞാൻ മുന്നോട്ട് വച്ചിട്ടുള്ളൂ.
5ഉം 6ഉം വീടുകളുള്ള ചെറിയ ചില ഗ്രാമങ്ങൾ പിന്നിടുന്നുണ്ട്. ഈ വിദൂര പ്രദേശങ്ങളിൽ ആളുകൾ ഒറ്റപ്പെട്ടെങ്ങനെ ജീവിക്കുന്നുവെന്ന് സംശയിച്ചു പോകുന്നു. ഇടയഗോത്രങ്ങൾ പരമ്പരാഗതമായി വസിച്ചു വരുന്ന ഏതാനും ഗ്രാമങ്ങൾ ഈ മേഖലയിലുണ്ട്. ഇതെല്ലാം അത്തരത്തിൽ ഇടയന്മാർ വസിക്കുന്ന ഇടങ്ങളാണ്. വീടുകളും ആടുകളെയും കന്നുകാലികളെയും സൂക്ഷിക്കുന്ന കൂടുകളും കാണുന്നു. മലകൾക്കിടയിലൂടെ നീണ്ടുപോകുന്ന പാത. എല്ലാവർക്കും നന്നേ വിശന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തെവിടെയെങ്കിലും ഒരു റെസ്റ്റോറന്റ് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു.